Today we will discuss about periodic table. Periodic table means it is a table in which elements were arranged based on a common property. Arrangement of elements in the form of a table based on a common property is called periodic table. എലമെന്റുകളെ ഒരു കോമൺ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ ടേബിളായിട്ട് അറേഞ്ച് ചെയ്യുന്നതായ രീതിയാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ആൻ എലമെന്റ്? അപ്പോൾ എന്താണ് എലമെന്റ് എന്ന് പറയുന്നത്? എലമെന്റ് ഈസ് ദ സ്മോളസ്റ്റ് കമ്പോണന്റ് ഓഫ് മാറ്റർ that cannot be divided either by physical or chemical method. മാറ്ററിന്റെ ഏറ്റവും ചെറുതായിട്ടുള്ള കമ്പോണന്റ് ഫിസിക്കൽ മെത്തേഡും കെമിക്കൽ മെത്തേഡും ഉപയോഗിച്ച് വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത മാറ്ററിന്റെ ഏറ്റവും ചെറിയ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് എലമെന്റ്. ആൻഡ് ഈച്ച് എലമെന്റ് ഈസ് represented by certain symbols, certain letters, and that letter used to represent the element is called the symbol. For example, Fe stands for iron. H stands for hydrogen. അതായത് അയൺ എന്ന് പറയുന്ന എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിംബലാണ് Fe. ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് H. അപ്പൊ ഇങ്ങനെയുള്ളതായ എലമെന്റുകളെ ഒരു കോമൺ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ ടേബിളിന്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ അറേഞ്ച്മെന്റിനെ നമുക്ക് പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കാം. സോ today we are going to discuss about the modern periodic table. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ്. Modern periodic table was designed by Henry Moseley and it is based on the fundamental property called atomic number. മോഡേൺ പീരിയോഡിക് ടേബിൾ ബേസ് ചെയ്തിരിക്കുന്ന കോമൺ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലമെന്റുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണ് അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. ഒരാറ്റത്തിലെ മൊത്തം പ്രോട്ടോണുകളുടെ നമ്പറിനെ അല്ലെങ്കിൽ ഒരാറ്റത്തിലെ മൊത്തം ഇലക്ട്രോണുകളുടെ നമ്പറിനെ നമുക്ക് അറ്റോമിക് നമ്പർ എന്ന് പറയാം. അതായത് അറ്റോമിക് നമ്പറിന്റെ ബേസിസിൽ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ അറ്റോമിക് നമ്പർ എലമെന്റ്സ് വെയർ അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് ദ ടേബിൾ ആൻഡ് ദാറ്റ് ടേബിൾ ഈസ് റിഗാർഡഡ് ആസ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ആൻഡ് ദിസ് ടേബിൾ ഈസ് ബേസ്ഡ് ഓൺ modern law known as modern periodic law. Law which states that properties of elements are periodic functions of their atomic number. അതായത് ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്ന് പറയുന്ന ലോയാണ് മോഡേൺ പീരിയോഡിക് ലോ. And based upon this modern periodic law, modern periodic table has been constituted. And this modern periodic table consists of certain vertical columns called groups and horizontal rows called periods. മോഡേൺ പീരിയോഡിക് ടേബിളിൽ വെർട്ടിക്കൽ കോളംസ് എന്ന് വിളിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ ഹൊറിസോണ്ടൽ റോസ് എന്ന് പറയുന്നതായ പീരീഡുകളും ഉണ്ട്. ഈ വെർട്ടിക്കൽ കോളംസ് എന്ന് പറയുന്ന ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 18 ഗ്രൂപ്പ്സും ഉണ്ട്, 7 പീരീഡുകളുമാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. മോഡേൺ പീരിയോഡിക് ടേബിൾ കൺസിസ്റ്റ് ഓഫ് 18 ഗ്രൂപ്പ്സ് ആൻഡ് 7 പീരീഡ്സ്. ആൻഡ് we will
This modern periodic table is divided into 18 groups. 1, 2, 3, then 4, 5, 6. Thirteen, 14, 15, 16, 17, 18. 3 to 12. The first and second group elements were regarded as S block elements or normal elements. Elements belonging to the group 3 to 12 were regarded as D block elements or transition elements. Elements belonging to the group 13 to 18 were known as P block elements or representative elements. And at the bottom of the periodic table in 2 rows some elements were arranged and they are known as F block elements. So ഒന്നും രണ്ടും ഗ്രൂപ്പിലെ എലമെന്റുകളെ എസ് ബ്ലോക്ക് എലമെന്റ് അല്ലെങ്കിൽ നോർമൽ എലമെന്റ് എന്ന് വിളിക്കും. 3 മുതൽ 12 വരെയുള്ളതായ ഗ്രൂപ്പിലെ എലമെന്റുകളെ ഡി ബ്ലോക്ക് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റുകൾ എന്ന് വിളിക്കും. 13 മുതൽ 18 വരെയുള്ളതായ ഗ്രൂപ്പിലെ എലമെന്റുകളെ പി ബ്ലോക്ക് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കും. പീരിയോഡിക് ടേബിളിന്റെ താഴെയായി 2 റോസിൽ 14 വീതമുള്ള ടോട്ടൽ ഓഫ് 28 എലമെന്റുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവയെ എഫ് ബ്ലോക്ക് എലമെന്റുകൾ അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചോദ്യം വരും, വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ദിസ് പീരിയോഡിക് ടേബിൾ? എന്തിനു വേണ്ടിയിട്ടാണ് പീരിയോഡിക് ടേബിളിന്റെ ആവശ്യകത? ആൻസർ എന്ന് പറയുന്നത് ഫോർ ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്. എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിന്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ഒരു എലമെന്റുകളെ പീരിയോഡിക് ടേബിളിന്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വീട്ടിലെ അമ്മ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഒരു അടുക്കളയിലേക്ക് കടന്നു ചെന്നാൽ നമുക്കറിയാം അതിനകത്ത് ഓരോ സാധനങ്ങൾ ഓരോ ഇടത്തായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പരിചയമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ഓരോ അടുക്കളയിലുള്ള ഓരോ സാധനങ്ങൾ എവിടെയൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ അമ്മയ്ക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. കബോർഡിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇന്നതുണ്ട്, റൈറ്റ് സൈഡിൽ എന്നതുണ്ട്, ബോട്ടത്തിൽ ഇന്നതാണ് എന്ന് പറയാൻ സാധിക്കുന്നത് പോലെ പീരിയോഡിക് ടേബിളിൽ എലമെന്റിന്റെ പൊസിഷൻ എവിടെയാണെന്ന് അറിയാമെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസിനെ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, ഡി ഉണ്ട്, എഫ് ബ്ലോക്ക്, 4 തരത്തിലുള്ളതായ എലമെന്റുകൾ കൂടി ചേരുന്നതാണ് ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റുകൾ എന്ന് പറയുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബേഡിയം, സീഷ്യം, ഫ്രാൻസിയം എന്നിവയാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെന്റുകൾ എന്ന് പറയുന്നത് ബെറീലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം എന്നിവയാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകളെയും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകളെയും എസ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കാൻ കാരണം അവയുടെ വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലിൽ ആയതുകൊണ്ടാണ്. സിൻസ് ദ വാലൻസ് ഇലക്ട്രോൺ ഓഫ് ദി എലമെന്റ്സ് ബിലോങ്ങിംഗ് ടു ദ ഗ്രൂപ്പ്സ് 1 and 2 were entering into the S subshell, these elements were called by the name S block element. വാലൻസ് ഇലക്ട്രോണുകൾ എൻ്റർ ചെയ്യുന്നത് എസ് ബ്ലോക്ക് എസ് ഓർബിറ്റൽ ആയതുകൊണ്ടാണ് 1 ഉം 2 ഗ്രൂപ്പിലെ എലമെന്റുകളെ എസ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ 3 മുതൽ 12 വരെയുള്ളതായ ഗ്രൂപ്പിലെ എലമെന്റുകൾ they were regarded as D block elements because their valence electrons are entering into the D subshell എന്നുള്ളതാണ്. ഇവിടെ സ്കാൻഡിയം മുതൽ സിങ്ക് വരെയും ഇട്രിയം മുതൽ കാഡ്മിയം വരെയും ലന്താനം മുതൽ മെർക്കുറി വരെയും ഉള്ളതായ എലമെന്റുകളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ടോട്ടൽ ഓഫ് 30 elements were there in that. ഇവയെ വേറൊരു പേരിൽ വിളിക്കും ട്രാൻസിഷൻ എലമെന്റ്സ് because they are in transition between the S block and the P block.
എസിന്റെയും പിയുടെയും ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് അവയെ ട്രാൻസിഷൻ എലമെന്റുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറഞ്ഞാൽ നോർമൽ എലമെന്റ്സിന്റെയും റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിന്റെയും ഇടയ്ക്ക് വന്ന എലമെന്റുകൾ ആയതുകൊണ്ടാണ് അവയെ ട്രാൻസിഷൻ എലമെന്റുകൾ എന്ന് വിളിക്കുന്നത്. ഇവയുടെ വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഡി സബ്ഷെല്ലിൽ ആയതുകൊണ്ടാണ് അവയെ ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്നത്. 13 മുതൽ 18 വരെയുള്ളതായ ഗ്രൂപ്പിലെ എലമെന്റുകളുടെ വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പി സബ്ഷെല്ലിലാണ്. The valence electrons of the elements belonging to the group 13 to 18 were entering into the p subshell, so they were known as p block elements. And the 18th group element has got a remarkable property. They were known as noble gases or earlier as zero group elements. അവയുടെ എലമെന്റ് എന്ന് പറയുന്നത് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ എന്നിവയാണ്. ഇവയെല്ലാം സ്റ്റേബിൾ ആണ്. They are all monoatomic and they are stable. So they are monoatomic. No need to combine with another to form compounds. Compound formation പങ്കെടുക്കുന്നില്ല ട്രാൻസിഷൻ എലമെന്റ്. ഈ 18ാമത്തെ ഗ്രൂപ്പിലെ നോബിൾ എലമെന്റുകൾ, നോബിൾ ഗ്യാസുകൾ എന്ന് പറയുന്നത്. മുമ്പ് അവരെ വിളിച്ചിരുന്നത് ഇനേർട്ട് ഗ്യാസുകൾ എന്നായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ദെയർ ഇനേർട്ട്നെസ് ഓർ പാസീവ്നെസ്. പക്ഷേ പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടു സിനോൺ എന്ന് പറയുന്ന എലമെന്റ് ഹാസ് ഗോട്ട് ദ കപ്പാസിറ്റി ടു ഫോം കോമ്പൗണ്ട്സ് സച്ച് ആസ് സിനോൺ ഫ്ലോറൈഡ്സ് as well as സിനോൺ ഫ്ലോറൈഡ്സ് as well as സിനോൺ ഓക്സൈഡ്സ് ആൻഡ് സിനോൺ ഓക്സിഫ്ലോറൈഡ് കണ്ടുപിടിക്കും എന്നുള്ളത് കൊണ്ട് ഇനേർട്ട് ഗ്യാസ് എന്നുള്ള പേര് മാറ്റി അവയെ നോബിൾ ഗ്യാസുകൾ എന്നാണ് വിളിക്കുന്നത്. ഹീലിയം ഒഴിച്ചു ബാക്കി എല്ലാ എലമെന്റ്സിന്റെയും വാലൻസ് ഇലക്ട്രോണുകളുടെ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അതായത് ഒക്ടറ്റ് റൂൾ അനുസരിച്ച് for an element to be stable, for an atom to be stable, it should possess 8 electrons in the valence shell. ഒക്ടറ്റ് റൂൾ പറയുന്നു ഒരു ആറ്റം സ്റ്റേബിൾ ആകണമെങ്കിൽ അതിന്റെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാകണം എന്ന്. അപ്പോൾ ഹീലിയം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും 8 ഇലക്ട്രോൺ വാലൻസ് ഷെല്ലിൽ ഉണ്ട്. അതായത് വീണ്ടും അവയ്ക്ക് വേറൊരാളുമായി കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവയെല്ലാം മോണോ അറ്റോമിക് ആണ്, അവയെല്ലാം സ്റ്റേബിൾ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവയെ വേറൊരു പേരിലും വിളിക്കും സീറോ ഗ്രൂപ്പ് എലമെന്റ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ സിൻസ് ദെയർ വാലൻസി ഈസ് സീറോ. ഇവയുടെ വാലൻസി സീറോ ആണ് എന്നതുകൊണ്ടാണ് ഇവയെ സീറോ ഗ്രൂപ്പ് എലമെന്റുകൾ എന്ന് വിളിക്കുന്നത്. ഇനി താഴെയുള്ള എലമെന്റുകളെ നോക്കിയാൽ അറിയാം. ലന്താനവും ആക്ടീനിയവും കഴിഞ്ഞു വരുന്നതായ 14 വീതമുള്ള എലമെന്റുകളെ 2 പ്രത്യേക റോസിലായി പീരിയോഡിക് ടേബിളിന്റെ താഴെ അറേഞ്ച് ചെയ്തിരിക്കും. നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നും ഇവയും കൂടി ഇതിന്റെ ഇടയ്ക്ക് കയറ്റിയാൽ പോരായിരുന്നു എന്ന്. Why this is arranged at the bottom of the periodic table? ഉത്തരം ഇതാണ്. In order to get the periodic table, the present shape and form only, they have been arranged at the bottom of the periodic table. Periodic table ഇന്നത്തെ രൂപവും ഭാവവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവയെ അവന്റെ താഴെയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. അവയെ വിളിക്കുന്ന പേര് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലമെന്റുകൾ എന്നാണ്. എഫ് ബ്ലോക്ക് എന്ന് വിളിക്കാൻ കാരണം their valence electrons are entering into the F subshell, and this is the general introduction of the periodic table. At the same way, we can also say that first group element is regarded as alkali metals. Second group element is called by the name alkaline earth metals. 13th group can be called as boron family. 14th group is called as carbon family. 15th group as nitrogen family. 16th group element as oxygen family. 17th group elements as halogens because of their salt forming nature, and 18th group as noble gases. അപ്പോൾ ഇതാണ് പീരിയോഡിക് ടേബിളിന്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത് വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി കാണും എന്നാണ് എന്റെ വിശ്വാസം. സംശയമുള്ളവർ കമന്റ് ഇട്ടാൽ അത് പറഞ്ഞു തരുന്നതാണ്. കൈൻഡ്ലി സബ്സ്ക്രൈബ് ദ ചാനൽ.